നമസ്കാരം. കേരള കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും ബോർഡിൻ്റെ കീഴിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കർഷക പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ഏതാനും ചില വിവരങ്ങൾ നിങ്ങളോട് കൂടി പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയാം. കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുവാനും ബോർഡിൻ്റെ ചെയർമാനായി ഡോക്ടർ പി രാജേന്ദ്രനെ നിയമിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ സംസ്ഥാന തലത്തിൽ കർഷക ക്ഷേമനിധി ബോർഡിന് രൂപം നൽകുന്നത്. ഇതുവഴി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് മാസം തോറും 10,000 രൂപ വരെ ലഭിക്കാവുന്ന പദ്ധതിയാണ് നടപ്പിൽ വരാൻ പോകുന്നത്. ഇനി ബോർഡിൻ്റെ അംഗത്വം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. കേരള കർഷക ക്ഷേമനിധി ബോർഡിൽ അംഗമാകുന്നതിന് ഓരോ കർഷകനും 100 രൂപ രജിസ്ട്രേഷൻ ഫീസായി അടയ്ക്കണം. അതിനുശേഷം ഓരോ മാസവും 100 രൂപ വീതം അടയ്ക്കുകയും ചെയ്യണം. 6 മാസത്തിനോ ഒരു വർഷത്തിനോ ഉള്ള തുക ഒരുമിച്ച് അടയ്ക്കാനുള്ള അവസരവും ബോർഡ് നൽകുന്നു. ഇനി പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാം. 5 വർഷമെങ്കിലും ക്ഷേമനിധിയിൽ അംഗമായാൽ 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ അടച്ച അംശാദായത്തിൻ്റെ തോതനുസരിച്ച് പെൻഷൻ ലഭിക്കുന്നു. 100 രൂപയാണ് കുറഞ്ഞ അംശാദായം. ഉയർന്ന പരിധി ഇല്ല. 250 രൂപ വരെയുള്ള തുകയ്ക്ക് തുല്യമായ വിഹിതം സർക്കാരും ക്ഷേമനിധിയിൽ നിക്ഷേപിക്കും. ഇത്തരത്തിൽ 100 രൂപ മുതൽ 250 രൂപ വരെ 5 വർഷമെങ്കിലും നിക്ഷേപിച്ച കർഷകർക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ ലഭ്യമാക്കുന്നു. കുറഞ്ഞത് 10,000 രൂപയെങ്കിലും മാസം തോറും പെൻഷനായി നൽകണമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനുള്ള മാർഗങ്ങൾക്കായി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 20 ലക്ഷം കർഷകരെങ്കിലും പദ്ധതിയിൽ അംഗമാകും എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടപ്പെടുന്നത്. ക്ഷേമനിധിയിൽ അംഗമാകുന്നതിനുള്ള യോഗ്യതകളെക്കുറിച്ച് വിശദീകരിക്കാം. 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും ഭൂമി കൈവശം ഉണ്ടായിരിക്കണം. പാട്ടത്തിനെടുത്ത ഭൂമിയും ആകാം. കുറഞ്ഞത് 3 വർഷമായെങ്കിലും കൃഷി ഉപജീവന മാർഗം ആക്കിയിരിക്കണം. മറ്റു ക്ഷേമനിധികളിൽ അംഗമായവർ കർഷക ക്ഷേമനിധി ബോർഡിന്റെ അംഗത്വത്തിന് അർഹർ അല്ല. ഔഷധ സസ്യകൃഷി, ഉദ്യാന കൃഷി, നഴ്സറി പരിപാലനം, മത്സ്യം, അലങ്കാര മത്സ്യം, തേനീച്ച, പട്ടുനൂൽപ്പുഴു, കക്ക, ആട്, കോഴി, താറാവ്, മുയൽ, കന്നുകാലി എന്നിവയുടെ പരിപാലനം, ഭൂമിയുടെ ഉപയോഗം എന്നിവ അംഗത്വത്തിന് പരിഗണിക്കുന്ന ഘടകങ്ങളാണ്. കൂടാതെ വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ കവിയാനും പാടുള്ളതല്ല. ക്ഷേമനിധി അംഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അംഗത്തിന് രോഗമോ അപകടമോ മൂലം സ്ഥിരമായ ശാരീരിക അവശതയോ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടായാൽ അവശത ആനുകൂല്യം ലഭിക്കുന്നു. അംഗങ്ങൾ ബോർഡ് നിർദ്ദേശിക്കുന്ന ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയിൽ ചേർന്നിരിക്കണം. ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സാ സഹായത്തിന് അർഹതയില്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേക ചികിത്സാ ധനസഹായവും ലഭിക്കുന്നു. കൂടാതെ നിധികളിലെ വനിതാ അംഗങ്ങൾക്ക് പരമാവധി 2 പ്രാവശ്യം പ്രസവാനുകൂല്യ ധനസഹായം നൽകുന്നു. നിധികളിലെ അംഗങ്ങൾക്കോ അംഗങ്ങളുടെ പെൺമക്കൾക്കോ വിവാഹത്തിന് ബോർഡ് നിശ്ചയിക്കുന്ന തുക സഹായമായി നൽകുന്നതാണ്. അംഗങ്ങളുടെ മക്കൾക്ക് അംഗീകൃത സർവകലാശാലകളുടെ അഫിലിയേഷനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റെഗുലർ കോഴ്സ് പഠിക്കുന്നതിന് ധനസഹായം നൽകുന്നതാണ്. അംഗം മരിച്ചാൽ കുടുംബത്തിന് മരണാനന്തര ആനുകൂല്യവും ലഭ്യമാക്കുന്നു. കഴിഞ്ഞ വർഷം നിയമസഭ പാസാക്കിയ കർഷക ക്ഷേമനിധി ബിൽ നിയമമായി വിജ്ഞാപനം ചെയ്യുകയും അതിൻ്റെ നടത്തിപ്പിന് ഭരണസമിതി രൂപീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പദ്ധതി പൂർണ്ണതയിൽ എത്തുന്നതോടുകൂടി 60 കഴിഞ്ഞ ഒരു കൃഷിക്കാരന് 10,000 രൂപ എങ്കിലും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കൃഷി മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഏറെ നാളായുള്ള ആവശ്യമായ സമഗ്രമായ ക്ഷേമനിധി നിയമം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരമൊരു ചുവടുവെപ്പ് നമ്മുടെ കർഷക സമൂഹത്തിന്
പ്രത്യാശ പകരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി.